നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഒരു പറ്റം SFIക്കാരുടെ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയായി ജീവനൊടുക്കിയ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ എന്നത്തെയും പോലെ വെറും വാർത്തകളിൽ ഒതുക്കാതെ ആ അമ്മയ്ക്കും അച്ഛനും നീതി ലഭിക്കുന്നതുവരെ ഓരോ വിദ്യാർത്ഥികളുടെയും ശബ്ദമുയരണം. എന്നാൽ മാത്രമേ ഇനി ഇങ്ങനെയുള്ള ക്രൂരതകൾ ഇല്ലാതാകൂ. റാഗിംഗ് നിരോധന നിയമം ഉണ്ടെന്ന് പറഞ്ഞ ഒരു നാട്ടിൽ തന്നെയാണ് ക്രൂര റാഗിങ്ങിൽ 20 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥി ഒരു തുണിയിൽ ജീവിതം അവസാനിപ്പിച്ചത്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ജീവിതം ഇനിയും ജീവിച്ചു തീർക്കാനുള്ളതായിരുന്നു സിദ്ധാർത്ഥിനെ അതിക്രൂരമായി മർദ്ദിച്ചത് സിൻജോ ആണെന്ന് പിതാവ് ജയപ്രകാശ് പറയുന്നു. സിദ്ധാർത്ഥിന്റെ ബോഡി വീട്ടിലേക്ക് എത്തിച്ച ദിവസം കൂടെ 4 സുഹൃത്തുക്കൾ വന്നിരുന്നു. സിൻജോ ആണ് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചതെന്ന വിവരം പുറത്തു പറഞ്ഞാൽ തലവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും സുഹൃത്തുക്കൾ വെളിപ്പെടുത്തതായി ജയപ്രകാശ് പറഞ്ഞു. CPIM നേതാക്കൾ പ്രതികളെ സംരക്ഷിക്കുകയാണ്. പ്രതികളെ ഒളിക്കാൻ സഹായിച്ച ബന്ധുക്കളും ഇതിൽ പ്രതിയാണ്. അവരെയും പ്രതി ചേർക്കണം. നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ലെങ്കിലും പ്രതിയെ സഹായിക്കുന്നവരെല്ലാം കുറ്റക്കാരായി കണക്കാക്കണം. ആദ്യം മുതലേ CPIM പ്രതികളെ സംരക്ഷിച്ചു തുടങ്ങി. വെറും പ്രവർത്തകരല്ല ഇവിടെ കുറ്റവാളികൾ, ഭാരവാഹികളാണ്. അവരെ CPIM സംരക്ഷിക്കും. അതിന് അവരേത് അറ്റം വരെയും പോകും, ജയപ്രകാശ് പറഞ്ഞു. സിജോ ജോൺസൺ ആണ് സിദ്ധാർത്ഥനെ ക്രൂരമായി അധികം മർദ്ദിച്ചത്. അന്വേഷണത്തിലും പ്രതികളുടെ അറസ്റ്റിലും തൃപ്തിയുണ്ട്. പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പ് ചുമത്തി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കും. സിദ്ധാർത്ഥിന്റെ ബോഡി വീട്ടിലേക്ക് എത്തിച്ച ദിവസം കൂടെ 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും വന്നിരുന്നു. അവന്റെ സുഹൃത്തുക്കളാണ്. അങ്കിളെ, ഒരു കാര്യം പറയാനുണ്ടെന്നും അത് പറയാതെ പോയാൽ ജീവിതകാലം മുഴുവൻ സമാധാനം കിട്ടില്ലെന്നും അവർ പറഞ്ഞു. മക്കളെ, എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഇത് പുറത്തു പറഞ്ഞാൽ തലവെട്ടുമെന്ന് സിജോ ഭീഷണിപ്പെടുത്തിയെന്ന് അവർ പറഞ്ഞു. അന്ന് ആരാ സിജോ എന്ന് പോലും എനിക്കറിയില്ല. അത് ചോദിക്കാനുള്ള മാനസികാവസ്ഥയും ഇല്ലായിരുന്നു. കോളേജിൽ നടന്ന കാര്യം ആരോട് പറയരുതെന്നും പോയ പോലെ തന്നെ തിരിച്ചു വരണമെന്നും അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പോഴും എന്തായെന്ന് കാര്യം എനിക്ക് മനസ്സിലായിരുന്നില്ല. സിജോയും ഫ്രണ്ട്സും സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് തീർത്തതാണെന്ന് ആ കുട്ടികൾ പറഞ്ഞു. അതുവരെ ആത്മഹത്യയെന്ന് കരുതിയതാണ് അവന്റെ മരണം. അതിനുശേഷമാണ് ഞങ്ങൾ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്, പിതാവ് ജയപ്രകാശ് കൂട്ടിച്ചേർത്തു. ഓരോ വിദ്യാർത്ഥികളെയും കൊന്നിട്ടാണോ പാർട്ടി വളരേണ്ടത്? ഇത് SFIയിലുള്ള ഒരാൾക്കാണ് സംഭവിക്കുന്നതെങ്കിൽ ഇന്ന് ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരണം. ഒരുപക്ഷെ ഇതിനേക്കാൾ ഒരു പിടി മുകളിലായിരിക്കും പ്രതിഷേധം.